നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ സാധാരണ പോലെ എണ്ണ വെച്ചു, കടുക് പൊട്ടിച്ചു, ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് വഴറ്റി കഴിഞ്ഞ് നമുക്കൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഉപ്പുമാവ് ഉണ്ടാക്കണം. നല്ല ടേസ്റ്റ്. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിലും ഒരു വ്യത്യാസമുള്ള ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച മണം മാറിയിട്ട് വെള്ളം ഒഴിക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച കുത്തലുണ്ടല്ലോ അത് മാറിയിട്ടുണ്ട്. അത് മാറിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. പിന്നെ വെള്ളം ഒഴിച്ച് തിളച്ച് ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് ഈ റവ ഇടാം. ആ തിളച്ച് അതിനകത്തോട്ട് തന്നെ റവ ഇടണം, തീയൊന്നും കുറയ്ക്കാതെ. ഞാൻ തീയൊന്നും കുറച്ചിട്ടില്ല. ഈ ഫോൺ തന്നെത്താനെ കൈ പിടിച്ചെടുക്കുന്നതുകൊണ്ട് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. ഇത് ഇങ്ങനെ ഈ വെള്ളത്തിനകത്ത് ഒരു 2 മിനിറ്റ് എഴുന്നേറ്റ് ഇനിയിപ്പോൾ തീ കുറയ്ക്കാം. ഈ 2 മിനിറ്റ് ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ ഇരുന്ന് വേകട്ടെ. റവയ്ക്ക് നല്ല വേവുണ്ട്. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇത് മൂടി വെക്കാം. ഇനി നമുക്ക് മൂടി തുറന്നു ആവി എല്ലാം വന്ന് ഇനി നമുക്ക് ഇളക്കാം. ഇളക്കി ഇതിനകത്ത് തേങ്ങ, ഞാനിപ്പോഴാണ് തേങ്ങ ഇടുന്നത് ഈ സമയത്ത്. ഇതിനകത്ത് ക്യാരറ്റോ ബീൻസോ വെജിറ്റബിൾസ് എന്ത് വേണേലും ഇടാം. എനിക്കിപ്പോൾ ക്യാരറ്റൊന്നും കയ്യിലില്ലാഞ്ഞോട് ഞാനൊന്നും ഇല്ല. സവോള ഇഞ്ചിയും പച്ചമുളകും മാത്രമാണ്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇനി ഇത് ഒരു ശകല സമയം കൂടെ ഇങ്ങനെ വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്കെടുക്കാം. ഈ ഉപ്പുമാവ് കഴിക്കുമ്പോൾ ചിലർക്ക് വയറുവേദനയൊക്കെ വരുന്നതാണ്. ഉപ്പുമാവ് ശരിക്കും റവ ശരിക്കും വേകാത്തതുകൊണ്ടാണ്. അതുപോലെ വേവിച്ചെടുത്താൽ ഒരു പ്രശ്നവുമില്ല. ചെറുതീയിൽ ശകല നേരം കൂടെ ഇട്ടിട്ട് നമുക്കെടുക്കാം. ഇത് തുറക്കാം. അപ്പം മഞ്ഞ ഉപ്പുമാവ് റെഡിയായി. മഞ്ഞപ്പൊടി ഇട്ട് ഇങ്ങനെ വെച്ചിട്ടില്ലാത്ത ആൾക്കാരൊന്ന് വെച്ച് നോക്കണേ. എൻ്റെ ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഞാൻ ആരോടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറഞ്ഞില്ല. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യണം. എല്ലാവരും ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.